അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചോക്ലേറ്റ് മൂസിൻ്റെ റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അതുപോലെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ് മൂസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളച്ച ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 200 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഞാനിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. അതുപോലെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ എടുക്കുന്ന ഈ ബൗൾ ഉണ്ടല്ലോ, ഇതിലൊട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. ഇളക്കി കൊടുക്കാനുള്ള സ്പാച്ചുലാണെങ്കിലും സ്പൂണാണെങ്കിലും ഡ്രൈ ആയിട്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു കപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഞാനിതുപോലെ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് വേണ്ട ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് ക്രീം റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഏതായാലും കുഴപ്പമില്ല, ഏത് കമ്പനിയുടെ വിപ്പിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല. അതൊരു 250 ml എടുക്കണം ക്രീം. അപ്പോൾ ഞാനിപ്പോൾ 250 ml വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഓപ്ഷനിലാണ്. വിപ്പിംഗ് ക്രീമിൽ അത്യാവശ്യം മധുരം ഉണ്ടാവും, എന്നാലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ വിപ്പിംഗ് ക്രീം ഏകദേശം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ക്രീം റെഡി ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞാൻ ചോക്ലേറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ക്രീമിലേക്ക്. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഏകദേശം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാക്കി എടുക്കണം. ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്യാം. ഏത് ഗ്ലാസ്സിലാണോ അതോ പുഡിംഗ് ബൗളാണോ ഏതിലാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു നോസിലും വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഡിസൈൻ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഞാനിതുപോലെ 2 സെർവിങ് ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ റെഡിയാക്കി വെച്ച ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഒരു ഡിസൈൻ പോലെ ഇങ്ങനെ ചുറ്റിച്ച് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്ത് കൊടുത്തെന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ഗ്ലാസ്സിലാണോ ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു കിറ്റ്കാറ്റിൻ്റെ പീസ് എടുത്തിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നിർബന്ധമൊന്നുമില്ല, ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തതാണ്. 2 ഓരോ പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അതിന് ശേഷം കഴിക്കാം. 1-2 മണിക്കൂർ വെച്ച് കൊടുത്താൽ മതി, കൂടുതലൊന്നും വെക്കണ്ട. ഇനിയിപ്പോൾ അധികം തണുപ്പ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മളിത് റെഡിയാക്കിയ പാടെ തന്നെ കഴിക്കാം. അപ്പോൾ ഞാനിതൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് എടുത്ത് നോക്കാം. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് മൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.